നമസ്കാരം. തൃശ്ശൂര് കേന്ദ്രീകരിച്ച് കേരളത്തിൽ അങ്ങോളം യുക്തിവാദ പ്രവർത്തനം നടത്തിയിരുന്ന മഹൽ വ്യക്തിയായിരുന്നു എ വി ജോസ്. അദ്ദേഹത്തിന്റെ 10ാം ചരമവാർഷികമാണ് ഈ കഴിഞ്ഞ 12-ാം തീയതി. അത് അദ്ദേഹത്തിന്റെ വിപുലമായ രീതിയിലുള്ള അനുസ്മരണ സമ്മേളനവും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു അവാർഡും ഈ വർഷം മുതൽ നടപ്പാക്കുകയാണ്. അതിന്റെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിനും അവാർഡ് പ്രഖ്യാപിക്കുന്നതിനും വേണ്ടിയാണ് നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. അവാർഡ് പ്രഖ്യാപിക്കുന്നതിനും കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി അവാർഡ് നിർണയ കമ്മിറ്റിയുടെ ചെയർമാനായ ഇ.ഡി. ഡേവിസ് അവരെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. എ വി ജോസിന്റെ പേരിൽ ഉള്ള അവാർഡ് ഇത്തവണ ആദ്യമായിട്ട് E.A. ജബ്ബാർ മാസ്റ്റർക്കാണ്. എ വി ജോസിനെ കുറിച്ച് നമ്മുടെ ശക്തിധരൻ പറയണ്ടായി. തൃശ്ശൂരില് വിവിധ തലത്തില് പ്രവർത്തിച്ച ഒരു വലിയ വ്യക്തിയാണ് അദ്ദേഹം. യുക്തിവാദി സംഘത്തിൽ മാത്രമല്ല അദ്ദേഹം ഇവിടെ മുണ്ടശ്ശേരി സ്മാരകം ഉണ്ടാക്കിയെടുക്കുന്നതിൽ അതിന്റെ ഭരണസമിതിയിൽ ദീർഘകാലം പ്രവർത്തിച്ച ഒരാളാണ്. എ വി ജോസ് വളരെ നിസ്വാർത്ഥമായിട്ട് ഈ രംഗത്ത് പ്രവർത്തിച്ചതിന്റെ 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. എ വി ജോസ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെ കുറിച്ചൊക്കെ എല്ലാവരും കേൾക്കുകയാണ്. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ആലുവയിൽ ഒറ്റയ്ക്ക് അവിവാഹിതനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ അന്ത്യകാലത്ത് അദ്ദേഹത്തെ 41 ദിവസം ഏതാണ്ട് ആലുവയിലെ ആശുപത്രിയിൽ ചികിത്സിക്കാനായിട്ട് തൃശ്ശൂരിൽ നിന്ന് പോയി നിന്ന ഒരു വലിയ മനുഷ്യനാണ്. അത് കുറ്റിപ്പുഴ പോലുള്ള ആളുകളെല്ലാം ഇത്തരത്തില് സ്വതന്ത്ര ചിന്താരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ തന്നെ സഹായിക്കാനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യ ചികിത്സകളൊക്കെ നൽകേണ്ട സമയത്തൊക്കെ ഇതിൽ സഹായിയായിട്ട് നിന്ന ഒരാളാണ്. ആ കുറ്റിപ്പുഴയുടെ കൃതികളുടെ പകർപ്പവകാശം കൊടുത്തത്, കോപ്പിറൈറ്റ് കൊടുത്തത് എ വി ജോസിനും കുറ്റിപ്പുഴയുടെ അനിയനും കൂടിയിട്ടാണ്. എ വി ജോസും ഈ കുറ്റിപ്പുഴയുടെ അനിയനും കൂടി ചെയ്ത പണി അത് കേരള സാഹിത്യ അക്കാദമിയെ കൊണ്ടേൽപ്പിച്ചു. ഒരിക്കൽ കേരള സാഹിത്യ അക്കാദമിയിൽ നിന്ന് ഇപ്പോഴല്ല, ഒരു 10-30 കൊല്ലം മുന്നേ ഒരു 41,000 രൂപ റോയൽറ്റി കൊടുത്തപ്പോൾ കുറ്റിപ്പുഴയുടെ കൃതി സ്മരണാഞ്ജലിയൊക്കെ പാഠപുസ്തകമായപ്പോ അത് അതിന്റെ അവകാശം തൃശ്ശൂരിൽ ഒരു പ്രസാധകൻ മേടിച്ചെടുത്തപ്പോ അതിനെതിരെ ശക്തമായി ആ സ്ഥാപനത്തിൽ പോയി കലഹിച്ച ആളാണ് എ വി ജോസ്. അതുപോലെ തന്നെ വേറൊരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു പ്രസാധക സംഘം ഒരിക്കൽ കുറ്റിപ്പുഴയുടെ വിചാര വിപ്ലവം അച്ചടിച്ചപ്പോ അതിനെതിരെ വളരെ ശക്തമായി പ്രതിഷേധിച്ച് അനാവശ്യമായിട്ട് എന്താ പറയാ അനർഹമായിട്ട് ആ പുസ്തകം അച്ചടിച്ചതിനെതിരെ അതുണ്ടാക്കി കുറ്റിപ്പുഴയുടെ റൈറ്റ് സാഹിത്യ അക്കാദമിയിൽ നിലനിർത്ത കൂടി ചെയ്തതാണ്. സാഹിത്യ അക്കാദമിക്ക് അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. തൃശ്ശൂർ തൊട്ടപ്പുറത്തുള്ള രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് കുറ്റിപ്പുഴയുടെ കൃതികൾ. അപ്പൊ അങ്ങനെ വളരെ നിസ്വാർത്ഥമായിട്ട് അന്ന് കാലത്ത് 41,000 രൂപ നടത്തി ഇന്നിപ്പോ ഒരു 2-3 ലക്ഷം രൂപയുടെ വലിപ്പുണ്ടായിരിക്കും. കാരണം അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കാസർഗോഡ് വരെയുള്ള സ്ഥലത്ത് പാഠപുസ്തകത്തിന്റെ ഭാഗമായിട്ട് അപ്പൊ അങ്ങനെ നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിച്ച ഒരു സ്വതന്ത്ര ചിന്തകനും യുക്തിവാദി സംഘത്തിന്റെ നേതാവും തൃശ്ശൂരിലെ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി പങ്കെടുക്കുകയും ചെയ്ത ഒരു വലിയ വ്യക്തിയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പേരിലുള്ള അവാർഡ് ജബ്ബാർ മാസ്റ്ററെ കുറിച്ച് നിങ്ങളൊക്കെ ധാരാളം യൂട്യൂബും സോഷ്യൽ മീഡിയയൊക്കെ സെർച്ച് ചെയ്യുന്ന അറിയാം. മലപ്പുറത്ത് കൃത്യമായിട്ടും എന്താ പറയാ വിശുദ്ധ ഗ്രന്ഥത്തെ വെല്ലുവിളിച്ച്, ഖുർആനെ വെല്ലുവിളിച്ച് അതിനെ സാഹിതീയമായ രീതിയിൽ അതിനെ മറ്റ് യുക്തി ചിന്താപരമായിട്ട് തന്നെ വിശകലനം ചെയ്യുകയും അവിടെയുള്ള വലിയ പണ്ഡിതന്മാരെ ആ സംവാദത്തിനൊക്കെ വെല്ലുവിളിച്ച് വരുത്തുകയും ആ സംവാദ വേദിയിൽ അദ്ദേഹം അതിഗംഭീരമായ രീതിയിൽ അദ്ദേഹത്തിന്റെ വൈജ്ഞാനികമായ ആ ശേഷി അദ്ദേഹം വെളിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുള്ള ആവിഷ്കരിക്കുകയുള്ള വലിയ മനുഷ്യനാണ്. യുക്തിവാദ പ്രചാരണത്തിന് വേണ്ടി, സ്വതന്ത്ര ചിന്തയ്ക്ക് വേണ്ടി, അതുപോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അത്തരത്തിലുള്ള ഒരു
ആശയപ്രചരണത്തിന് വേണ്ടി ജീവിതം മുഴുവൻ മാറ്റിവെച്ച ഒരാളാണ് ജബ്ബാർ മാസ്റ്റർ. അങ്ങനെയുള്ള ഒരാൾക്കാണ് നൽകുന്നത്. ഇതാണ് അതിന്റെ പ്രാധാന്യം. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ ചന്ദ്രബാബു സാർ. അവാർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ പരിപാടി എന്ന് പറയുന്നത് ഈ വരുന്ന ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് പുൽബുക്കാവിലെ വീടുകളുടെ റെസ്റ്റ് ഹൗസിലാണ്. ഈ പുരസ്കാര സമർപ്പണം നടത്തുന്ന പ്രൊഫസർ ശർമ്മയാണ്. ഇതിനുമായി ബന്ധപ്പെട്ട ക്യാഷ് അവാർഡ് അതൊരു രാജഗോപാൽ ഭാഗത്താണ് നൽകും. അവാർഡ് ജേതാവിനെ കെ.എം. ദേവി പരിചയപ്പെടുത്തും. ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് ലൈബ്രറി കൗൺസിലിലെ ചെയർമാനായിട്ടുള്ള ഡോക്ടർ ധർമ്മരാജ ആറാട്ടാണ്. ആശംസാ പ്രസംഗങ്ങളെ വി.ടി. ഭട്ടതിരിപ്പാടിന്റെ മകനായ വി.ടി. വാസുദേവൻ, സി.എം. ലിയാഖത്ത് അലി, വി.ഡി. ഡേവിസ്, രാജൻ മലായി, സി. ചന്ദ്രബാബു ഉഷാനിൽ പങ്കെടുക്കും. ജബ്ബാർ മാസ്റ്റർ മറുപടി പറയും. പിന്നെ ഇതിൽ അധ്യക്ഷനായിരിക്കുന്ന വിദ്യാസംഘത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശക്തിധരനാണ്. സാദിൻ കാക്കനാട്, ജ്യോതി എജ്, എ.ആർ. സതീശൻ എന്നിവർ മുന്നിൽ പറയും. ഈ പരിപാടിക്ക് നല്ല പ്രാധാന്യം നൽകി പ്രസാദം നൽകണമെന്നാണ് ആവശ്യം. കാര്യം ഇത്തരത്തിലുള്ള പുരോഗമനപരമായ ആശയങ്ങളും ജാതിക്കും മതത്തിനും ഒക്കെ എതിരായിട്ടുള്ള ഒരു മാനവികത ഉയർത്തുന്ന ആശയങ്ങൾ കൂടുതൽ പ്രാധാന്യം നമ്മുടെ മീഡിയ പേഴ്സൺസിന് നൽകുന്നു. നമസ്കാരം. മകനുണ്ട്. മകൻ താമസിക്കുന്നുണ്ട്. മകൻ മദർ ഹോസ്പിറ്റലിലെ ഡോക്ടറാണല്ലോ. മകൻ താമസിക്കുന്നു. മകളുടെ കയ്യിലുണ്ട്. മകള് ജ്യോതിരയിലുണ്ട്. ഈ മന്നത്തിന്റെ കയ്യിലാണ് താമസിക്കുന്നത്. കുറെ പുസ്തകങ്ങളുണ്ട്. അത് ആലോചിക്കാം. ആലോചിച്ചിട്ടില്ല അതിനെപ്പറ്റി. ഇപ്പൊ യുക്തിരേഖ യുക്തിരേഖ ഇറങ്ങുന്നോണ്ട് പിന്നെ ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. മാസിക നടത്തിക്കൊണ്ടൊക്കെ എളുപ്പമല്ലല്ലോ. 34 വർഷം 1 ലക്കം പോലും 35 വർഷം ഇറക്കി. ആലോചിക്കാം ചെയ്യേണ്ടതാണ്. ഹോസ്റ്റൽ കൺസെഷൻ തുടങ്ങിയപ്പോഴാണല്ലോ അത് ചെയ്യേണ്ടതാണ്. ഇപ്പൊ ഈ ഇത്തരം മാഗസിനുകൾ നേരിടുന്ന പ്രശ്നം ഈ പോസ്റ്റൽ കൺസ് പഴയ പോലെ ഈ ആശയപ്രചരണത്തിന് സർക്കാരുകളുടെ പിന്തുണ ഇല്ലല്ലോ. മുമ്പ് അങ്ങനെയല്ല. ആണ് പ്രശ്നം. ഇത്തരം മാഗസിനുകളൊക്കെ ഭയങ്കര തുടങ്ങുന്നതൊക്കെ നിന്നുപോയാണ്. പക്ഷെ വളരെ ബുദ്ധിമുട്ട് നമ്മൾ ഇത്തിരിയൊക്കെ നമ്മളിങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം. അതിന് സജഷൻ നല്ലതാണ്, ആലോചിക്കാറുണ്ട്. ശശിധരൻ അവിടെ പൂക്കഞ്ചേരി ഒരു ബ്ലോക്കിൽപ്പെട്ട് ഇതൊക്കെ. അപ്പൊ നിങ്ങൾ ലേറ്റാവണമെന്ന് നിങ്ങൾ കയറിയതാണ്. 10,000 രണ്ടാമത്തെ പാരഗ്രാഫിലുണ്ട്. ഇതിൽ എല്ലാവരും ആത്മാർത്ഥ സഹകരണം ഉണ്ടാകണം. ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്.